നമസ്തേ. അനേക വർഷങ്ങൾ കൊണ്ട് ഭൂമിക്കടിയിൽ വിളഞ്ഞുണ്ടാകുന്ന രത്നങ്ങൾ മനുഷ്യന് ഊർജവും ഔഷധവുമായി മാറുന്നത് എങ്ങനെയാണ്? രത്നശാസ്ത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജിമോളജിസ്റ്റ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സാർ. നമസ്തേ. നമസ്തേ. രത്നശാസ്ത്രയിൽ നമ്മൾ രത്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ മെയിനായിട്ടും പറയാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഗ്രഹങ്ങൾ ഓരോ വ്യക്തികളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷേ ഈ രത്നങ്ങളെക്കുറിച്ച് നമ്മൾ പല എപ്പിസോഡുകളിലും അതിൻ്റെ വിവരങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും ഉള്ള ഒരു സംശയമാണ്, ഇതിനൊരു ഒരു കാലാവധിയുണ്ടോ, അല്ലെങ്കിൽ ഇതിനൊരു നിശ്ചിത സമയത്തേക്ക് മാത്രമാണോ, ഇത് എത്ര കാലത്തേക്ക് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു കാര്യം പ്രേക്ഷകർ എപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. എന്നുവെച്ചാൽ പല എപ്പിസോഡുകളിൽ നമ്മളത് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പുതിയ പ്രേക്ഷകർക്കും അവർക്കും പിന്നെ സംശയമുള്ളവർക്കും കൂടെ വേണ്ടി നമുക്കതൊന്ന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും. നമുക്ക് അനേക വർഷങ്ങൾക്ക് മുന്നേയും നൂറ്റാണ്ടുകൾക്ക് മുന്നേയും രത്നങ്ങൾ മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ചിരുന്നു. അതെ. അതിൻ്റെ തിളക്കവും ഭംഗിയും കൊണ്ട് മാത്രമല്ല, അതിൻ്റെ ഡ്യൂറബിലിറ്റി കൂടെ കൊണ്ടാണ്. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രത്നം വിളഞ്ഞുണ്ടാകുന്നത് അനേകായിരം വർഷങ്ങൾ കൊണ്ടാണ് ഒരു രത്നക്കല്ല്, ഒരു കട്ടിക്കല്ലുണ്ടാകുന്നത് ഭൂമിക്കടിയിൽ. അത് പിന്നീട് നമ്മളുടെ ഈ രൂപത്തിൽ ഒരു പട്ടി ചെയ്ത് പോളിഷ് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വരുന്ന ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞ് നമ്മുടെ കയ്യിലോട്ട് എത്തുന്നത്. അപ്പോഴും അതിൻ്റെ ആറ്റമിക് സ്ട്രക്ചേഴ്സിനൊന്നും യാതൊരു വ്യത്യാസങ്ങളും ഇല്ല. അപ്പോൾ രത്നക്കല്ലുകൾക്ക് എപ്പോഴും ദീർഘായുസ് എന്ന് വേണം പറയാം. ജനറേഷൻ ടു ജനറേഷൻ ടു ജനറേഷൻ ടു ജനറേഷൻ അങ്ങനെ പറയേണ്ടി വരും. നമ്മൾ എത്രയോ ആയിരം വർഷങ്ങൾ കൊണ്ട് ലഭിക്കുന്ന, ഭൂമിയിലുണ്ടാകുന്ന രത്നങ്ങൾ, അനേകം ധാതുക്കളും മിനറൽസും കൊണ്ട് ഭൂമിക്കടിയിലുണ്ടാകുന്ന ഈ രത്നങ്ങൾ എത്രയോ ജനറേഷൻസ് കൈമാറിയാലും അതിൻ്റെ ഭംഗിയോ തിളക്കമോ ഒന്നും നഷ്ടപ്പെടുന്നില്ല. അത് വിവിധ രത്നങ്ങൾക്ക് വിവിധ തരത്തിലുള്ള കാഠിന്യമുണ്ട്. ആ കാഠിന്യത്തെ ആശ്രയിച്ചും നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ സൂക്ഷ്മതയെയും ആശ്രയിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി നമുക്ക് പറയാൻ പറ്റുക. അതെല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. ഇപ്പോൾ മനുഷ്യൻ്റെ നല്ലൊരു ശരീരം തന്നാലും അവരതെങ്ങനെ മിസ്യൂസ് ചെയ്താൽ നശിച്ചു പോവും. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് രക്തങ്ങൾ കൃത്യമായി സൂക്ഷിച്ചിരിക്കുന്ന കാലഘട്ടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. രാജാക്കന്മാരും രാജ്ഞിമാരും ഒക്കെ അവർ വളരെ കൃത്യമായിട്ടത് സൂക്ഷിച്ചിരുന്ന ഒരു അമൂല്യ വസ്തുവായിട്ട് അവർ കണക്കിലെടുത്തിട്ട് അത് സൂക്ഷിച്ചതിൻ്റെ പരമായിട്ട് ഇന്നും നമുക്ക് അവരെ ആ രത്നങ്ങളുമൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം. പലയിടത്തും അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം രത്നങ്ങൾക്കുള്ള ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു സർട്ടൻ കാലഘട്ടമല്ല. അതിൽ രത്നക്കൂട്ടത്തിൽ, അതായത് നവരത്നങ്ങളിൽ 2 രത്നങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് കാലക്രമത്തിൽ അത് അലിഞ്ഞു പോകുന്നത്, ഡീക്കേ ആയി പോകുന്നത്. അത് നമ്മൾ രത്നങ്ങളെന്ന് നമുക്ക് പറയാമെങ്കിലും പൊതുവെ അതിനും രത്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മുത്തും പവിഴങ്ങളോ, കടലിൽ നിന്ന് കിട്ടുന്ന മുത്തും പവിഴങ്ങളും അതുപോലുള്ള കല്ലുകളും. അതിനകത്ത് ഒരു മിനറൽ കണ്ടൻസ് ഇല്ല. അതിനകത്ത് അതിനൊരു കാഠിന്യം എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ ഒരു ആറ്റമിക് സ്ട്രക്ചർ, അതിൻ്റെ ഒരു മുഴുവൻ കാൽഷ്യം അതിന്. അപ്പോൾ കാൽഷ്യം കൊണ്ട് തേഞ്ഞ് അത് അതിൻ്റെ ആ തൂക്കം കുറഞ്ഞ്, അല്ലെങ്കിൽ അത് ആ സ്റ്റോൺ അങ്ങ് ഇല്ല. ഇപ്പോൾ നമ്മുടെ ക്യാമറാമാൻ ഷിൻസ് തന്നെ ഇന്ന് രാവിലെ തന്നെ വന്ന് പറഞ്ഞത്, ഞാനൊരു 3-4 കൊല്ലം മുമ്പ് കൊടുത്ത റെഡ് കോറിൽ സാറേ ഇവിടെ അബുദാബിയിലെ ടെമ്പിളിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയപ്പം ഇവിടെ ഇളക്കമുണ്ടായിരുന്നു, പക്ഷെ അത് കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു, ചെറിയ ഇളക്കമുണ്ടെങ്കിൽ അത് വന്ന് എന്നെ കൊണ്ട് സെറ്റ് ചെയ്യേണ്ടതല്ലായിരുന്നോ? നമ്മളെപ്പോഴും കേൾക്കുന്നതല്ലേ കോറൽസ് തേഞ്ഞ് പോകും, നല്ല കോറലിൻ്റെ ലക്ഷണം അതാണ്. അതിന് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കല്ലേ പോയി. അപ്പോൾ നമ്മുടെ വേർപ്പ് കൊണ്ടും ചൂട് കൊണ്ടും ഒക്കെ അലിഞ്ഞു പോകുന്ന കല്ലുകളാണ് മുത്തും പവിഴവും. പേൾസും നമ്മുടെ കോറൽസും. അത് മറ്റ് രത്നങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു വ്യത്യാസമോ ഒന്നുമില്ല. നിങ്ങൾ എന്ത് കഴിച്ചാലും, നോൺ വെജ് കഴിച്ചാലും, എവിടെ പോയാലും ഒന്നും രത്നങ്ങൾക്കൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. രത്നങ്ങൾക്ക് ഒരുപാട് ഡയറക്റ്റ് ഫയർ കിച്ചണിലൊക്കെ
ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ചിലപ്പോൾ ഫയർ ഡയറക്റ്റൊക്കെ അങ്ങനെ കൊള്ളുന്നതൊന്നും നല്ലതല്ല. ഇപ്പോൾ എത്ര ഡ്യൂറബിലിറ്റി ഉള്ള സംഗതിയാണെങ്കിലും അങ്ങനെയാണല്ലോ. അതുപോലെ സ്ട്രോങ് കെമിക്കൽസ് ഉള്ള അത് തന്നെയാണ്. ആസിഡ്, മെർക്കുറിയൊക്കെ കല്ലിനകത്ത് വീണ കല്ല് പോയി, പിന്നെ ആ കല്ല് നശിച്ചു പോയി. അപ്പോൾ ഈ കല്ലിനൊരു നാശം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കെമിക്കൽ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫയറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ മാത്രമാണ് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ റഫ് യൂസ് കൊണ്ട് സ്ക്രാച്ചസ് വരാം, എങ്കിൽ പോലും അത് നമുക്ക് യൂസ് ചെയ്യാം. ഈ സ്ക്രാച്ചസ് വരുന്നത് അതൊരു നാച്ചുറൽ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഡയമണ്ട് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും സ്ക്രാച്ചസ് വരും. ഡയമണ്ടിനും ചെറിയ രീതിയിൽ സ്ക്രാച്ച് വരാം, അതിൻ്റെ തട്ടുമുട്ടുമൊക്കെ കൊണ്ട് വരാൻ പറ്റും. പക്ഷേ മറ്റ് ഇപ്പം നമ്മൾ സഫയർ ഒക്കെ ഹാർഡ്നെസ് ഉണ്ടെങ്കിൽ പോലും അതിന് സ്ക്രാച്ച് വീഴാം. സ്ക്രാച്ച് ചെറിയൊരു സ്ക്രാച്ച് വീണമെന്ന് വെച്ചിട്ടൊന്നും നമുക്ക് അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നടുവെ ബ്രേക്കായി പോയാലാണ് കല്ല് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു പൊട്ടിയ കണ്ണാടി ഉപയോഗിക്കുമോ? ഇല്ലല്ലോ. ഇല്ല. വീട്ടിലാണെങ്കിൽ ഒരു നമ്മളൊരു കണ്ണാടിയുണ്ട്, താഴെ വീണ് ചെറുതായിട്ട് പൊട്ടിയെങ്കിൽ അമ്മമാർ പറയല്ലേ പൊട്ടിയ കണ്ണാടി യൂസ് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ എനർജി, അതിൻ്റെ ആ റേസ് സ്പ്ലിറ്റായി പോകുന്നത് നല്ലതല്ല. അപ്പോൾ കാണാൻ ഫുൾ സ്വിങ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അതിൻ്റെ സയൻസ് അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഈ രത്നങ്ങൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു തലമുറ ഉപയോഗിച്ച് നമുക്ക് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്തു പോകേണ്ടതാണ്. നാച്ചുറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടുത്ത തലമുറയിലേക്ക് വേണ്ടിയിട്ടാണ് പ്രകൃതി തന്നിരിക്കുന്നത്. മനുഷ്യൻ അത് വേണ്ട തരത്തിൽ യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചക്കയാണേലും മാങ്ങയാണേലും തേങ്ങയാണേലും ഒക്കെ നമ്മൾ ഒരു നമ്മുടെ കാലത്ത് നട്ടു വളർത്തി അതിന് കൈഫലം ഉണ്ടായി അതടുത്ത ജനറേഷനിലൊക്കെ അല്ലേ പോകുന്നത്. നമ്മുടെ കാലഘട്ടം കഴിയുമ്പോൾ തീർന്നു പോകുന്നില്ല എന്ന് ഓർത്തോണം അല്ലേ. അതേപോലെ തന്നെ ഉള്ള ഒരു സംശയമാണ് പലപ്പോഴും നമ്മൾ പ്രേക്ഷകരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഒരു വർഷമോ അല്ലെങ്കിൽ 2 വർഷമൊക്കെ കഴിയുമ്പം ഈ കല്ലിൻ്റെ എനർജി തീരും, അത് മാറ്റണ്ടേ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ എങ്ങനെ തീരുമെന്ന് എങ്ങനെ തീരുമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ശ്രീവൽപ്പനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഇരിക്കുന്ന രത്നങ്ങളുടെയൊക്കെ എനർജി ഒന്നും കാണത്തില്ലല്ലോ ഇപ്പോൾ. കാറ്റുമില്ല, വെളിച്ചം ഇല്ലാതെ അറയ്ക്കാതിരിക്കുക. അതിൻ്റെയൊക്കെ വാല്യൂ ഇപ്പോഴും എത്രയോ മടങ്ങ് വന്നു. മീനിങ് ആൻഡ് ജിയോളജിയിൽ നിന്നും സർക്കാരിൽ നിന്നും ഒക്കെ ആൾക്കാർ അടുത്ത കാലത്ത് നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തല്ലോ. ഒരു കോട്ടവും ഇല്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ പേൾസും കോറൽസും ഇല്ല അവിടെ. ഞാനത് പ്രത്യേകം അതില്ല. അത് വെച്ചാൽ പോവും. അതറിയാൻ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. നമ്മൾ സ്ത്രീകളാണെങ്കിലും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ലോക്കറി വെച്ച് ഇത് പൂട്ടരുത്, പേൾസ് കേടായി പോവും. എനിക്ക് തോന്നുന്നു ഈ ഡ്യൂറബിലിറ്റി പോലെ തന്നെയാണ് പ്രേക്ഷകർക്ക് എപ്പോഴും ഉള്ള ഒരു സംശയമാണ് ദശാകാലങ്ങൾ അനുസരിച്ചിട്ടുള്ള രത്നധാരണം. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരത്തേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം മടങ്ങി വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ പറഞ്ഞു വന്നത് ദശാകാലങ്ങൾ നോക്കിയിട്ട് മാത്രം രത്നം ധരിക്കുന്ന ഒരു രീതിയുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ മുമ്പുള്ള എപ്പിസോഡുകളിലും ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴും ആൾക്കാർ ഞാൻ കടന്നു പോകുന്നത് ഇന്ന ദശാകാലത്തിലൂടെയാണ്, അപ്പോൾ അതിൻ്റെ കല്ലല്ലേ ധരിക്കണ്ടേ എന്നുള്ള ഒരു സംശയമാണ്. എന്നോ 2 പേരെങ്കിലും ആ സംശയമായിട്ടാണ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അത് സാധാരണഗതിക്ക് അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ അങ്ങനെ പടർന്നു പിടിച്ചു പോയി. കാരണം ദശാകാലങ്ങൾക്കനുസരിച്ച് കല്ലുകൾ ധരിക്കാം. ആ ദശാനാഥൻ അല്ലെങ്കിൽ ആ ദശാകാലത്തിൻ്റെ അധിപൻ ഗ്രഹം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ, നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ഗ്രഹത്തിൻ്റെ പീരീഡ് നമ്മൾ വരുന്നതാണല്ലോ ദശാകാലങ്ങളെന്ന് പറയുന്നത്. സപ്പോർട്ട് ചെയ്യുന്ന പീരീഡ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാത്ത പീരീഡ് ഒരു ദശാകാലം ഉണ്ടാവുമല്ലോ. ഏതെങ്കിലും ഒരു ദശാകാലത്തിലൂടെ ആയിരിക്കും പോകുന്ന ദശാനാഥൻ അല്ലെങ്കിൽ ആ ഗ്രഹം ഏത് പൊസിഷനിൽ ഈ വ്യക്തിയുടെ ചാർട്ടിൽ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായി പഠിച്ച് അത് സപ്പോർട്ടീവ് അല്ലെങ്കിൽ ആ രത്നം ധരിക്കരുത്. കാരണം രത്നങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടീവ് അല്ലാത്ത അല്ലെങ്കിൽ വളരെ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഗ്രഹങ്ങളെ മാറ്റിമറിക്കാനുള്ള ഒരു ഗിമിക്സും ഇല്ല, ഒരു ശക്തിയുമില്ല.
രത്നങ്ങൾ അതാത് ഗ്രഹത്തെ വീണ്ടും ശക്തിപ്പെടുത്തത്തേ ഉള്ളൂ. ഇതിന് മർമ്മം ടിപ്പ് പോയിൻ്റാണ് പറയുന്നത്. അതാത് ഗ്രഹത്തെ ശക്തിപ്പെടുത്തത്തേ ഉള്ളൂ. അപ്പോൾ ഒരു 80% നെഗറ്റീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഡെബിലിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രഹങ്ങളുടെ കാലഘട്ടം വരുമ്പോൾ അതിൻ്റെ കല്ല് ധരിച്ചാൽ 80% എന്നുള്ളത് 100%-ത്തിലേക്ക് അതുകൊണ്ട് എത്തിക്കത്തതേ ഉള്ളൂ. ഇന്നുവരെയുള്ള അനുഭവം അതാണ്. പ്ലാനറ്ററി ജമോളജിയിൽ കൃത്യമായി നമ്മൾ അതിൻ്റെ എക്സാമിനേഷൻ എഴുതുമ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളതുമാണ്. രത്നങ്ങളെക്കുറിച്ചും ഈ ഒരു നമ്മളുടെ രത്നത്തിലെ നിർണയത്തെക്കുറിച്ചും ഉള്ള മാർക്ക് ഇതിനകത്തുണ്ടാവും. അപ്പോൾ സപ്പോർട്ടീവ് അല്ലാത്ത എന്ത് കാര്യങ്ങളാണ് നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്നത്? ഒരു സുഹൃത്തിനെ കൊണ്ട് നടക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് പറ്റിയില്ലാത്തൊരു ഫുഡ് നമ്മൾ കഴിക്കാൻ പറ്റുമോ? ഇല്ല, ചെയ്യരുത്. ഇത് തന്നെയാണ് ഈ സയൻസിനകത്തും ഉള്ളത്. അപ്പം സപ്പോർട്ടീവായിട്ടുള്ളൊരു ഗ്രഹത്തിൻ്റെ ദശാകാലം വന്നെങ്കിൽ കുറച്ചും കൂടെ ആഡ് ഓൺ ആയിട്ടുള്ളൊരു ബെനിഫിറ്റ് കിട്ടും. ഞാൻ ദശാകാലങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്. ഒരാളുടെ നോക്കിയെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. എങ്കിലും അത് ഫസ്റ്റിലെ തന്നെ ആ ടൈം ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് അത് വെച്ചുകൊണ്ട് ഈ പ്ലാനറ്ററി പോർഷനിൽ ഏതാണ് നേരത്തെ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നത്, ഏതാണ് ഒരു മാലെഫക്റ്റ് നൽകുന്നത്, ബെനിഫിക് പ്ലാനറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ സസൂക്ഷ്മം നമ്മൾ പഠിച്ചതിന് ശേഷമാണ് കല്ല് കൊടുക്കുന്നത്. അപ്പോൾ ആ ദശാകാലങ്ങളും ദശാനാഥനും ഒന്നും അതിനകത്ത് ബാധകമായിട്ട് വരുന്നില്ല. ഇനി മോശമായിട്ടുള്ള ഒരു ദശാകാലം നടക്കുന്നെങ്കിലും നമ്മൾ കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാനറ്റിനെ ആ സമയത്ത് നമ്മൾ ശക്തിപ്പെടുത്തുക തന്നെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഞാനതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒരു എപ്പിസോഡിൽ ഞാൻ പറയാം. ഇതെങ്ങനെയാണ്, എവിടം കൊണ്ടാണ് ഇത് പാളിപ്പോകുന്നത് എന്നുള്ള സബ്ജക്റ്റ് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ദശാകാലത്തിൽ കൂടെ കടന്നു പോകുന്നു, അതുകൊണ്ട് അതിൻ്റെ രത്നം പോയി വാങ്ങിയിടുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു മാർഗ്ഗമല്ല, അല്ലെങ്കിൽ രീതിയല്ല. നമ്മളത് വ്യക്തമായിട്ട് അതിനെ പഠിച്ച്, അല്ലെങ്കിൽ ആ ഒരു ദശാകാലത്ത് ആ ദശാനാഥൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കേണ്ട പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു ദശാകാലം നടക്കുമ്പോൾ അതിന് ഹൗസസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെപ്പറ്റി അധികം അറിവില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുന്നത്, അറിവുള്ള ആൾക്കാർക്ക് അതിനെ പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാ ഹൗസസും 12 ഹൗസസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നടക്കുന്ന ദശാകാലം ഏത് ദശാകാലമാണ്, ഏത് ഗ്രഹത്തിൻ്റെ കാലമാണ്, ആ ഗ്രഹം ഏത് പൊസിഷനിലാണ് പോയി നിൽക്കുന്നത്, ഏത് പൊസിഷനിലാണ്. ഇപ്പം നമുക്ക് കർമ്മരംഗം തരുന്ന 10th പൊസിഷനിലാണോ, അങ്ങനെയാണെങ്കിൽ കർമ്മരംഗത്തായിരിക്കും ആ പുള്ളിക്ക് ചേഞ്ചസ് ഉണ്ടാകുന്നത്. അപ്പോൾ കർമ്മരംഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കർമ്മരംഗം കൈകാര്യം ചെയ്യുന്ന പ്ലാനറ്റ് സ്വക്ഷേത്രമായിട്ട് നല്ല അല്ലെങ്കിൽ എക്സോൾട്ടഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ആ കർമ്മരംഗത്ത് വളരെയധികം ഉയർച്ച ഉണ്ടാവും. അതിൻ്റെ രത്നവും പുള്ളിക്ക് ധരിക്കാം. അനുകൂലമാണ്. കൂടുതൽ എനർജി ഉണ്ടാകും. നമ്മൾ ശരിക്കും ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന പോലെ മസിൽസിനൊക്കെ വേണ്ടിയിട്ട് ഡംബൽസും അതൊക്കെ എടുത്ത് നമ്മൾ എക്സസൈസ് ചെയ്യത്തില്ലേ, അപ്പോൾ അത് കുറച്ചും കൂടെ നല്ല ഒരു ശക്തിപ്പെടുകയാണ്. അതേസമയം ലിഗമെൻറ്റിന് വലിയൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഓടുകയും ചാടുകയും റെസ്റ്റ് എടുക്കാനല്ല പറയുന്നത്. അതിന് റെസ്റ്റാണ് വേണ്ടത്. ഇതേ പ്രിൻസിപ്പിളാണിത്. അപ്പോൾ അവിടെയും സൂക്ഷ്മമായിട്ടുള്ള സൂക്ഷ്മമായ കാരണം ഒരാൾ ഒരു രത്നത്തിന് വേണ്ടിയിട്ട് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ വളരെ സമയമെടുത്ത് വളരെ കൃത്യമായിട്ട് വേണം അത് നമ്മൾ കൊടുക്കാനായിട്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ രക്തങ്ങൾക്ക് പൊതുവെ ഇപ്പം അത് എപ്പോഴും ഇതുപോലെ തന്നെ സംശയം വരുന്നതാണ്. ഇത് പെട്ടെന്ന് സാറേ ഇപ്പോൾ ഒരു 6 മാസമായിട്ട് ഇട്ടിട്ട് ഒരു പ്രയോജനം കാണുന്നില്ല എന്ന് പറയുന്നവരുമുണ്ട്. ഇത് പല കേസുകളാണ്, പല സ്റ്റഡീസായത്. അപ്പം ഒരു ഗ്രഹം സപ്പോർട്ടീവായിട്ട് ബാക്കി എല്ലാ 8 ഗ്രഹങ്ങളും പുള്ളിക്ക് റോങ് സൈഡിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രഹത്തിൻ്റെ സപ്പോർട്ടിൽ പുള്ളി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് നാച്ചുറലായിട്ടുള്ളൊരു കാര്യം. രത്നം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു 2 കിലോ നമുക്ക് വെയിറ്റ് അങ്ങനെ ഇല്ലല്ലോ. നമുക്ക് ശരീരത്തിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എക്സസൈസസും ഫുഡും ഒക്കെ നല്ല
ഇതായിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ശരീരത്തിന് ഒരു ഇതുണ്ടാകുന്നത്. ഒരു 6 മാസം 7 മാസം കൊണ്ടൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലേ, ഇല്ലേ? എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ വ്യത്യാസം വരും. ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാരും ഒരു വർക്കൗട്ട്സിലേക്ക് തിരിയുമ്പം അതിൽ സ്ലോയിലായി പിറ്റേ ദിവസമല്ല 1 മാസമൊക്കെ ക്ഷീണമായിരിക്കും. പക്ഷെ ആ റിസൾട്ട് പതുക്കെയാണ് വരിക. സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ്. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങളിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടുള്ള ആ ഒരു രത്നധാരണത്തിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ആ സമയത്തുള്ള രത്നധാരണം അല്ലെങ്കിൽ ആ ഓരോ കാലത്തും ഒരു ചാർട്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വർഷവും ഒന്ന് 1989 മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ. ഇതിനകത്ത് നമുക്ക് ശരിക്കും ഇതിനകത്ത് ഫസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് വൃശ്ചിക ലഗ്നം എന്ന് പറഞ്ഞ ലഗ്നമാണ്. തൊട്ടാതി നാളാണ് വൃശ്ചിക ലഗ്നം. ഓക്കെ. അപ്പം വൃശ്ചിക ലഗ്നക്കാരനായിട്ടുള്ള ഈ ആൾക്ക് 2013 മുതൽ ഓക്കെ ശുക്രൻ്റെ ദശാകാലമാണ് നടക്കുന്നത്. അപ്പോൾ ശുക്രൻ ഇവിടെ നിൽക്കുന്ന 7th ഹൗസിലാണ്, പുള്ളിയുടെ പാർട്ട്ണർ സൈഡിലാണ്. പാർട്ട്ണർ മീൻസ് ലൈഫ് പാർട്ട്ണറും ബിസിനസ് പാർട്ട്ണറും എല്ലാം പാർട്ട്ണർഷിപ്പാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7th ഹൗസാണ് അതിനെ ഏറ്റെടുത്തിരിക്കുന്നത് ശുക്രനാണ്. 2013 മുതൽ 20 വർഷം അത് 20 ഇയേഴ്സാണ്. അപ്പം നമ്മൾ ഫസ്റ്റിലേ നോക്കുന്ന ദശാകാലങ്ങളൊക്കെ കണക്കൂട്ടി നോക്കിയപ്പോൾ 2013 മുതൽ ഈ വീനസിൻ്റെ പീരീഡ് തുടങ്ങിയിട്ടുണ്ട്. വീനസ് 7th ഹൗസ് എന്ന് പറയുന്ന പാർട്ട്ണർ സൈഡിൻ്റെ ഓണർഷിപ്പാണ് പുള്ളിക്കുള്ളത്. അത് പോയി നേരെ നീചത്തിലാണ് നിൽക്കുന്നത്. അവിടെ നീചപ്പെട്ടു പോയി. അപ്പോൾ ഏഴാം ഭാവാധിപനായിരിക്കുന്ന ശുക്രൻ നീചപ്പെടുകയും അതിൻ്റെ ദശാകാലം നടക്കുകയാണ് ചെയ്യുന്നത്. കാരണം വീനസിന് അവിടെ നീചത്വം സംഭവിക്കും. വീനസ് എന്ന് പറയുന്നത് അത് ലവ്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമുക്ക് മാരേജ്, ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, മെയിൻലി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വീനസ്സാണ്. ഇപ്പോൾ വീനസ് അവിടെ ഡെബിലിറ്റേഷൻ വന്നിരിക്കുന്നു. വീനസിൻ്റെ രക്തമായിട്ടുള്ള ഈ ശുക്രൻ്റെ രക്തം ഡയമണ്ട് നമുക്ക് ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നോക്കി കൊടുക്കാൻ പറ്റില്ല. ദശാകാലം നോക്കിയാണെങ്കിൽ ആൾ പോയിട്ട് ഡയമണ്ട് വാങ്ങിയിടും. എനിക്ക് ശുക്രൻ്റെ രക്തം അതാണെന്നൊക്കെ ചെറിയ വായിച്ചറിവും അല്ലാതെ ചിലപ്പം ആരെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്തതുപോലെ ശുക്രൻ നീചത്തിലാണ് നിൽക്കുന്നതെന്ന് അത് ആൾക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. എസ്പെഷ്യലി ഡയമണ്ട് അല്ലേ, ഡയമണ്ട് നല്ല ഹാർഡ്നെസ് ഉള്ള സ്റ്റോണും കൂടെയാണ്. പെട്ടെന്ന് അതിന് ഉള്ള ഒരു മേൽ എഫക്റ്റ് ആയിരിക്കും പുള്ളിക്ക് വരുന്നത്. അത് ആളെ എങ്ങനെയായിരിക്കും ബാധിക്കുക? പുള്ളിയുടെ പാർട്ണർ സൈഡിനെ ആയിരിക്കും ബാധിക്കുന്നത്. ബിസിനസ് പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ ലൈഫ് പാർട്ണർഷിപ്പിലും അത് നന്നായിട്ട് ബാധിക്കും. കാരണം ഇതിനകത്ത് ഡെബിലിറ്റേഷൻ വന്നിരിക്കുന്നത് പുള്ളി ഉത്രട്ടാതി നാളായതുകൊണ്ട് ചന്ദ്രൻ്റെ 7th ഹൗസിലാണിത് നീചപ്പെട്ട് നിൽക്കുന്നത്. ലഗ്നത്തിൻ്റെ 7th ഹൗസും ശുക്രനാണ്. ഇത് രണ്ടും കൊണ്ട് അപ്പം അസൻഡൻറ്റിനെ കൊണ്ടും ലഗ്നം കൊണ്ടും ചന്ദ്രനെ കൊണ്ടും ഈ ശുക്രൻ നീചത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ചലഞ്ചിങ് ടൈമാണ്, പീരീഡാണ് ആൾക്ക്. ഇത് ആ റിലേഷൻഷിപ്പിന് എന്തുകൊണ്ട് ഇത് ഡെബിലിറ്റേഷൻ വന്നിരിക്കുന്നത്? ഈ ഡെബിലിറ്റേഷൻ എന്ന് പറയുന്ന നീചാവസ്ഥ ഈ ശുക്രൻ ഈ നിൽക്കുമ്പോൾ എങ്ങനെ വരുന്നത്, ഈ വിർഗോ എന്ന് പറയുന്ന കന്നി രാശിയിൽ നിൽക്കുമ്പോൾ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ഒന്ന് ചെറുതായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ. കാരണം ഇത് നമ്മളുടെ ഫസ്റ്റ് ഹൗസ്, അതായത് ഈ 12 രാശികൾ മേടം രാശിക്കാണ് ഈ ഫസ്റ്റ് തുടങ്ങുന്നത്. രാശികൾ കൗണ്ട് ചെയ്യുന്നത് മേടം മുതലാണ് കൗണ്ട് ചെയ്ത് വരുന്നത്. മേടം നമ്മുടെ കാലപുരുഷൻ്റെ ശിരസ് മുതലാണ് ഇത് കൗണ്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ മേടം രാശിയുടെ 6th ഹൗസ് എന്ന് പറയുന്നതാണ്, അല്ല ഏറീസിൻ്റെ 6th ഹൗസ് എന്ന് പറയുന്നത് ആണ് വിർഗോ കന്നി രാശിയാണ്. ഈ 6th ഹൗസ് എന്ന് പറയുന്നത് പൊതുവേ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഹൗസാണ്. 6th ഹൗസിലാണല്ലോ എപ്പോഴും അസുഖങ്ങൾ, രോഗങ്ങൾ, ഫൈറ്റ്, ശത്രുക്കൾ എന്നൊക്കെ പറയുന്നതൊക്കെ 6th ഹൗസാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ 6th ഹൗസിൻ്റെ ആധിപത്യം ഈ ബുധൻ്റെ രാശിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ.
അതിൻ്റെ ഉച്ചരാശിയാണല്ലോ അത് 6th ഹൗസിലാണ് നിൽക്കുന്നത്. 6th ഹൗസാണ് പുള്ളിയുടെ. ബുധൻ കണക്കൂട്ടലിൻ്റെ ആളാണ്. ബുധൻ പട്ക മാത്തമാറ്റീഷ്യനാണ്. അപ്പോൾ കണക്കുകൂട്ടലുകളും തർക്കങ്ങളും ശത്രുതയും നിറഞ്ഞ ഒരു സ്ഥലത്ത് ഈ റിലേഷൻഷിപ്പിൻ്റെ പ്ലാനറ്റ് വന്ന് നിന്നാൽ എങ്ങനെ നിൽക്കും? റിലേഷൻഷിപ്പിന് ഈ കാര്യങ്ങളൊന്നും ഒരു സ്മൂത്തായിട്ട് ഒരു ഹാർമണിയായിട്ട് അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് വീനസ് അവിടെ വന്ന് നിൽക്കുമ്പം ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകുന്നത്. ആ സ്മൂത്ത്നെസ്സിന് എപ്പോഴും ഒരു കണക്ക് കൂട്ടി കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കണക്കിൻ്റെ പുറത്ത് വിടുമോ? ഇല്ല. പിന്നെ ശത്രുതയുടെ പുറത്ത് വിടുമോ? ഇല്ല. അപ്പോൾ ഈ വീനസ് അവിടെ വന്ന് ഇയാൾ ജനിച്ച സമയത്ത് വീനസ് അവിടെ വന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ടോട്ടലി ഒരു ചലഞ്ചിങ് പീരീഡാണ്. അപ്പോൾ ഇദ്ദേഹം ശ്രദ്ധിക്കേണ്ടതും എന്താണ് ഈ പീരീഡിൽ എന്താണ് നമ്മൾ ദശാകാലം വന്നാൽ നമ്മൾ ആ പീരീഡിൽ ശ്രദ്ധിക്കേണ്ടത് ആ പീരീഡ് എന്തിൻ്റെയാണ് പീരീഡ്. ഇപ്പോൾ 7th ഹൗസിൻ്റെ പീരീഡാണ് നടക്കുന്നത്. 7th ഹൗസ് എൻ്റെ കാര്യത്തിൽ പാർട്ണറും പാർട്ണർഷിപ്പും മറ്റതും മറിച്ചതും ലൈഫ് പാർട്ണർ അങ്ങനെയുള്ളതെല്ലാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തണം. അലിഗേഷൻസും ഡിസ്പ്യൂട്ട്സും കാര്യങ്ങളും പ്രോബ്ലംസും ഒക്കെ വരാതെയും വലിയ കണക്കുകൂട്ടലില്ലാതെ ഒക്കെ പോകേണ്ട ഒരു കാലഘട്ടമാണ്. അവിടെയാണ് പുള്ളി ശ്രദ്ധിക്കേണ്ടത്. അതേസമയം മറ്റ് പല കാര്യങ്ങൾ ഈ വ്യക്തിക്ക് വളരെ അനുകൂലമാണ്. പുള്ളിയുടെ 10th പൊസിഷനിലൊക്കെ സൂര്യനും ചൊവ്വയും നിൽക്കുന്നത് മനസ്സിലായില്ലേ? സൂര്യനും ചൊവ്വയും അവിടെ വന്ന് നിൽക്കുന്നത് ഒക്കെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഭാവി പുള്ളിക്കുണ്ടാവും. പിന്നെ സൂര്യനും ശനിയും വളരെ പോസിറ്റീവാണ്. വൃശ്ചിക ലഗ്നത്തിൻ്റെ 10th ഹൗസ് എന്ന് പറയുമ്പം സൂര്യൻ്റെ അതായത് ചിങ്ങം രാശി, അവിടെ സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ ഒരിക്കലും തൊഴിലില്ലാതിരിക്കത്തില്ല പുള്ളിക്ക്. ജോലി എപ്പോഴും ഉണ്ടാവും. കർമ്മരംഗത്ത് എപ്പോഴും പുള്ളിക്ക് ആക്റ്റീവായിരിക്കും. പക്ഷേ ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എപ്പോഴും ചെറിയൊരു ചലഞ്ചസ്, ഒരു മൈനസ് പോയിൻറ്റ്സ്. അത് ബാക്കിയുള്ള ഗ്രഹങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ടാണ് കേട്ടോ. കാലഘട്ടം പിരിഞ്ഞു പോകണമെന്നൊന്നുമില്ല. അത് പല കാര്യങ്ങളും പലതുണ്ട്. അതിപ്പോൾ നമ്മൾ സസൂക്ഷ്മം ഇതിനകത്തൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ പല പ്ലാനറ്റ്സിൻ്റെ സപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മൾ ജനറലായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫൈനലി ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റത്തില്ല. ബാക്കി ഗ്രഹങ്ങൾ എങ്ങനെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കും ഡയമണ്ട്സ് എന്ന് പറയുന്ന സംഭവമില്ല. ഇദ്ദേഹത്തിന് ശരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് കോറൽസും റൂബിയുമാണ്. റൂബിയും കോറൽസുമാണ് ആൾക്ക് മാച്ചിങ് ആയിട്ടുള്ള. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് കോറൽസും റൂബി ഉപയോഗിക്കുമ്പം പുള്ളി കുറച്ചും കൂടെ ആ രംഗത്ത്, പുള്ളിയുടെ കർമ്മരംഗത്ത് പുള്ളിക്ക് വളരെ കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ആ ഒരു വ്യത്യാസം അവിടെ മനസ്സിലാകും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ സയൻസ് പോകുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു രത്നത്തെക്കുറിച്ചും അല്ലെങ്കിൽ രത്നധാരണത്തെക്കുറിച്ചുള്ള ഒരു വിവരം അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇന്നത്തെ എപ്പിസോഡിനുള്ള സമയവും അതിക്രമിച്ചിട്ടുണ്ട്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നമസ്കാരം.